സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം ജ്ഞാനം പ്രചോദയാത്. ശ്രീശിവ മഹാപുരാണം നാം 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാർവതീഖണ്ഡത്തിന്റെ അവസാന ഭാഗത്തിൽ പാർവതീദേവിയുടെ സ്വയംവരം വർണ്ണിച്ചുകൊണ്ട് ശ്രീപരമേശ്വരൻ എല്ലാ ദേവന്മാരോടും കൂടി ഹിമവാന്റെ രാജധാനിയിൽ എത്തിച്ചേരുകയും എല്ലാ ബന്ധുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ വിവാഹത്തിന്റെ ആ വിധികളെല്ലാം വേണ്ട പോലെ തന്നെ ബ്രഹ്മാവാണ് അതിന് പൗരോഹിത്യം വഹിച്ചത്. ആ വിധിപ്രകാരമുള്ള വിവാഹം നടന്നു. പാണിഗ്രഹണം, കന്യാദാനം, ലാജഹോമം, അങ്ങനെയുള്ള വിധികളോട് കൂടിയിട്ട് ആ വിവാഹമെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഈ നവദമ്പതിമാർ വിവാഹം കഴിഞ്ഞാൽ എല്ലാവരും ഈ ദമ്പതിമാരെ അനുമോദിക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, അതൊക്കെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിലും സമ്മാനങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും അവരെ ഒന്ന് അനുമോദിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത് എന്നിട്ടാണ് എല്ലാവരും മടങ്ങിപ്പോവുക. അപ്പോൾ ഇവിടെയും അതുപോലെ ദേവപത്നിമാരും ഋഷിപത്നിമാരുമെല്ലാം ഈ പാർവതി ദേവിയുടെ സമീപത്ത് നിന്നുകൊണ്ട്, പാർവതി പരമേശ്വരന്മാരുടെ സമീപത്ത് നിന്നുകൊണ്ടാണ് പല നർമ്മവാക്കുകളും പറയാൻ തുടങ്ങി. അപ്പൊ അതിൽ ഋഷിപത്നിമാർ പാർവതിയോടായിട്ട് ഉപദേശിക്കുന്ന ചില കാര്യങ്ങളാണ് പതിവ്രതാധർമ്മം. ഒരധ്യായത്തിൽ മുഴുവൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പതിവ്രതാധർമ്മത്തെ കുറിച്ചിട്ടുള്ള ഒരു വിസ്താരമാണ്. ധന്യാ പതിവ്രതാ നാരീ നാന്യാ പൂജ്യ വിശേഷത പാവനീ സർവലോകാന സർവപാപൗഘനാശിനി. ഒരു പതിവ്രതയായിട്ടുള്ള സ്ത്രീ, ഭർതൃമതിയായിട്ടുള്ള സ്ത്രീ, നമ്മൾ ഭർതൃമതിയായ ഒരു സ്ത്രീയെയാണ് സുമംഗലി എന്ന് പറയുക. അങ്ങനെ കുടുംബിനിയായിട്ടുള്ള സുമംഗലിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പാതിവ്രത്യധർമ്മം അതൊരു തപസ്സാണ്, അതൊരു ഈശ്വര ആരാധനയാണ്. അപ്പൊ തൻ്റെ ആ പാതിവ്രത്യധർമ്മം കൊണ്ട് ഒരു സ്ത്രീ 3 പരമ്പരകളെ ശുദ്ധമാക്കുന്നു എന്നാണ്. അതേതൊക്കെയാണ് 3 വംശപരമ്പരകൾ? ഒന്ന്, ആ സ്ത്രീയുടെ അമ്മയുടെ പരമ്പര, അമ്മയുടെ വംശം. 2, ആ സ്ത്രീയുടെ അച്ഛൻ്റെ വംശപരമ്പര. 3-ാമത്തേത് ഭർത്താവിൻ്റെ വംശപരമ്പര. ഇങ്ങനെ 3 പരമ്പരകളെയും ഒരു സ്ത്രീ തൻ്റെ പാതിവ്രത്യധർമ്മം കൊണ്ട് ശുദ്ധമാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പാതിവ്രത്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നിവിടെ ഈ ഋഷിപത്നിമാർ പാർവതീദേവിക്ക് ഉപദേശിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് ഒരു ദാമ്പത്യ ജീവിതത്തിൽ, ആ ദിനചര്യയുടെ ഭാഗമായിട്ട് എന്തൊക്കെ നിഷിദ്ധങ്ങളായിട്ടുണ്ട്, എന്തൊക്കെയാണ് വിധി, അത് രണ്ടും ഇവിടെ ഉപദേശിച്ചു. സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറുക തൻ്റെ ബന്ധുജനങ്ങളോട്, ഭർത്താവിനോട് മാത്രമല്ല, അച്ഛനോട്, അമ്മയോട്, കുട്ടികളോട്, വൃദ്ധന്മാരായിട്ട് ഉള്ളവരുണ്ടെങ്കിൽ അവരോട്, സേവകന്മാരുണ്ടെങ്കിൽ, നമ്മുടെ ഗൃഹത്തിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട്, അതിഥികളോട് എല്ലാം സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറുക. ഇപ്പൊ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ഒരു പതിവ്രത, ഒരു കുടുംബിനി ഉണർന്നെഴുന്നേറ്റ് ശരീരം ശുദ്ധമാക്കുക. അതിനുശേഷം വസ്ത്രാലങ്കാരങ്ങളെല്ലാം ധരിച്ചതിന് ശേഷം വേണം
ഗൃഹകൃത്യങ്ങൾ ആരംഭിക്കാനാണ്. വീട്ടുജോലികളൊക്കെ ആരംഭിക്കാൻ എന്നിട്ടേ പാടുള്ളൂ എന്നാണ്. അതാണൊരു ശരിയായ ധർമ്മം എന്ന് പറയുക. ആ ഗൃഹത്തിന്റെ ഉള്ളിൽ വൃത്തിയാക്കി അവിടെ ഒരു ദീപം തെളിയിച്ച് വെച്ച് അപ്പോഴാണ് ഐശ്വര്യം ഉണ്ടാവുക. എന്നിട്ട് വേണം ഭക്ഷണം പാകം ചെയ്യാൻ ഒക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി മറ്റ് കർമ്മങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ ഈ ദിനചര്യയുടെ ഭാഗമായി ചെയ്യുന്ന ആ കാര്യങ്ങൾ തന്നെ, വീട് വൃത്തിയാക്കി വയ്ക്കുന്നു, സന്ധ്യയ്ക്കും പ്രഭാതത്തിലും അവിടെ ദീപം തെളിയിക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ആചരണങ്ങളെ കൊണ്ട് തന്നെ ഒരു ഗൃഹത്തിൽ ഐശ്വര്യം താനേ വന്നു ചേരും. അതുപോലെ നമ്മൾ ബന്ധുജനങ്ങളോട് പരസ്പരം വർത്തമാനം പറയുമ്പോൾ, സംഭാഷണം ചെയ്യുമ്പോൾ നല്ല വാക്കുകൾ പറയുക. എപ്പോഴും നമുക്ക് ശാന്തപ്രകൃതം പറ്റില്ല. ചില സമയത്ത് ദേഷ്യം വരും. വല്ലാതെ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയും. കുട്ടികളോടാവട്ടെ, അച്ഛനോടാവട്ടെ, അമ്മയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഒക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചൊന്നിരിക്കാം. എന്നിരുന്നാലും കഴിയുന്നതും നല്ല വാക്കുകൾ പറയുക, ദാനാദികളെ ചെയ്യുക, അന്നം ദാനം ചെയ്യേണ്ടതാണ്. അതൊക്കെ നമ്മളുടെ ആ ഗൃഹത്തിന്റെ ഐശ്വര്യത്തിന് അതൊരു സൽക്കർമ്മമായി കണ്ടുകൊണ്ട് അങ്ങനെ പ്രഭാതം മുതൽ ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഓരോ ദിവസത്തെയും ചര്യകളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഉപദേശിച്ചു. കുത്തുവാക്കുകൾ പറയരുത്, ശാപവാക്കുകൾ പറയരുത്, പരദൂഷണം ചെയ്യരുത് എന്നെല്ലാം ഇവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ബാധകമായ ഒരു പൊതുവായിട്ടുള്ള ആ ധർമാചരണത്തെയാണ് ഇവിടെ പതിവ്രതാധർമ്മം എന്ന രീതിയിൽ ആ ഋഷിപത്നിമാർ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തത്. അതിനുശേഷം അവിടുന്ന് ഈ വിവാഹത്തിന് വന്നു ചേർന്ന ബന്ധുക്കളൊക്കെ മടങ്ങിപ്പോകുന്നു. തുടർന്ന് പാർവതീ പരമേശ്വരന്മാർ കൈലാസത്തിലേക്ക് എഴുന്നള്ളുകയാണ്. അന്ന് കൈലാസത്തിൽ എത്തിച്ചേർന്നു ഗണങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാണ് ആ പാർവതീഖണ്ഡം ഇവിടെ സമർപ്പിക്കുന്നത്. രണ്ടാമത്തെ സംഹിതയായിട്ടുള്ള രുദ്ര സംഹിതയിലെ 4ാമത്തെ ഖണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കുമാരഖണ്ഡം എന്നാണ് അതിന് പേര്. അപ്പോൾ പാർവതീ പരിണയത്തിന് ശേഷം ദേവന്മാർ കാത്തിരിക്കുകയാണ്. നമ്മൾ ശിവപുത്രൻ ജനിക്കണം, ആ ശിവപുത്രന് മാത്രമേ താരകാസുരനെ നിഗ്രഹിക്കാനാവൂ. പക്ഷേ വളരെ കാലം കഴിഞ്ഞിട്ടും ആ ശിവപുത്രൻ ജനിക്കുന്നില്ല. അപ്പോഴാണ് അവർ വീണ്ടും കൈലാസത്തിലെത്തി ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്നാണ്. ഇവിടെ നമുക്ക് ഈ പാർവതീഖണ്ഡത്തിന്റെ ഒടുവിൽ മറ്റൊരു സന്ദർഭം കൂടി കാണാൻ പറ്റും. ദേവന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് കാമദേവനെ നിയോഗിച്ചത്? ആദ്യം ഈ പാർവതീദേവിയെ ഭഗവാൻ സ്വീകരിക്കണം, പാർവതീ പരിണയം നടക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു. എന്നാൽ അതിന്റെ ആദ്യഘട്ടത്തിൽ ശിവകോപത്താൽ കാമദേവൻ ഭസ്മമായി, കാമന്റെ ശരീരം നഷ്ടമായി. അപ്പൊ കാമപത്നിയായിട്ട് രതീദേവിക്ക് വലിയ ദുഃഖമായി. ആ രതീദേവി ഈ പാർവതീ പരിണയം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ആ ഭഗവാന്റെ മുൻപിൽ, പാർവതീ പരമേശ്വരന്മാരുടെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദേവന്മാർക്ക് അവരുടെ കാര്യം സാധ്യമായി. ഇപ്പോ പാർവതീ പരമേശ്വരന്മാര് പുതിയ ദാമ്പത്യത്തെ ആരംഭിക്കുന്നു. എൻ്റെ സങ്കടം, എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ എന്നിങ്ങനെ സങ്കടപ്പെടുമ്പോഴാണ് ആ ദേവിയുടെ കാരുണ്യം എന്നാണ്, പാർവതീ ദേവിയുടെ കാരുണ്യത്താൽ ആ കാമദേവന് വീണ്ടും ശരീരം സ്വീകരിക്കാനുള്ള അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് പറയുകയാണ്.
വീണ്ടും കാലം കുറെ കഴിഞ്ഞിട്ടും എത്ര കാത്തിരുന്നിട്ടും ശിവപുത്രൻ ജനിക്കുന്നില്ല. ദേവന്മാരെല്ലാവരും ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി ഭഗവാനെ വീണ്ടും സ്തുതിക്കാൻ ആരംഭിച്ചു. ദേവദേവരമാനാഥ ഹേ ശങ്കര ശിവ പുത്രഗത സർവപ്രഭുർഗണ നിവേദയതെന്ന പ്രീത്യാ ദുഃഖിതാൻവൈ കൃപാലവ. ആദ്യം ഭഗവാനെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ദേവന്മാർ. അങ്ങനെ ബ്രഹ്മാവിനോടും മഹാവിഷ്ണുവിനോടും കൂടിയിട്ടാണ് അവർ കൈലാസത്തിലെത്തി സങ്കടം പറയാൻ തുടങ്ങി. അപ്പൊ അവരുടെ സങ്കടം കേട്ടിട്ടാണ് ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ വിഷമം തീരണമെങ്കിൽ, താരകാസുരനെ നിഗ്രഹിക്കണമെങ്കിൽ എൻ്റെ വീര്യത്തിൽ നിന്നൊരു പുത്രനുണ്ടാവണം. അതിന് എൻ്റെ വീര്യം സ്വീകരിക്കാൻ ആർക്കാണ് കഴിയുക? നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ വീര്യത്തെ പ്രദാനം ചെയ്യുകയാണ് അവിടെ. ആദ്യം അതിനെ അഗ്നിയാണ് സ്വീകരിച്ചത്. എന്നാൽ അഗ്നിക്ക് ശിവവീര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിൻ്റെ ആ ഒരു തേജസ്, അഗ്നി തന്നെ എല്ലാറ്റിനെയും ദഹിപ്പിക്കാൻ പോകുന്ന ആ തേജസ്സോട് കൂടിയിട്ടാണെങ്കിലും ആ ശിവവീര്യത്തിനെ ഉൾക്കൊള്ളാൻ അഗ്നിക്ക് കഴിയുന്നില്ല. അപ്പൊ അഗ്നി അതിനെ ഭൂമിയിൽ ഉപേക്ഷിച്ചു. ഭൂമിദേവി അതിനെ ഗംഗാനദിയിൽ നിക്ഷേപിച്ചു. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് അതാ ഗംഗാനദിയിൽ കൂടിയിട്ട് അതങ്ങനെ ആ വീര്യം, ആ ശിവ തേജസ് അത് താഴെ ഒരു ശരപ്പുല്ലുകൾ നിറഞ്ഞ ഒരു ഭാഗത്ത് വന്ന് ആ ശരവനത്തിൽ അത് എത്തിച്ചേരുകയും അവിടെയാണ് ഗംഗാതീരത്തൊരു അത്ഭുത ശിശുവായിട്ട് മാറി എന്നൊക്കെയാണ് ഇവിടെ ഈ കുമാരഖണ്ഡത്തിൽ ആ കുമാരന്റെ ജനനം, സുബ്രഹ്മണ്യന്റെ ജനനത്തെ കുറിച്ച് പറയുക. അപ്പൊ ദേവന്മാരുടെ ഈ സങ്കടം കേട്ട് ഭഗവാൻ തന്റെ തേജസ്സിനെ അവർക്ക് പ്രദാനം ചെയ്തു കഴിഞ്ഞു. അപ്പോഴാണ് പാർവതീ ദേവി ഇതറിയണത്. അപ്പൊ ഞാൻ സ്വീകരിക്കേണ്ടിയിരുന്ന ആ വീര്യത്തിനെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന കാരണത്താൽ പാർവതീ ദേവി ദേവന്മാരെ ശപിക്കാൻ ഭാവിക്കുന്നു. എന്തായാലും ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു, മടക്കി അയച്ചു അവിടുന്ന്. അപ്പോഴേക്കും ഈ ഗംഗയിൽ നിക്ഷേപിക്കപ്പെട്ടതായ ഈ ശിവവീര്യം ഒരു അത്ഭുത ശിശുവായിട്ട് പരിണമിച്ചു കഴിഞ്ഞു. ആ ശരവനത്തിൽ ഗംഗയുടെ തീരത്തായിട്ട് ശയിക്കുന്ന ഈ ശിശുവിനെ ആരും അറിയുന്നില്ല. അപ്പോഴാണ് അതുവഴി കൃത്തികന്മാർ എന്നറിയപ്പെടുന്ന ദേവതമാർ, അവർ 6 പേരാണ്. അവരെ ഈ ശിശുവിനെ കാണുകയും അവരെടുത്തു. അവർക്ക് വലിയ സന്തോഷമായി കൊണ്ടുപോയി അവരെ ലാളിക്കാൻ തുടങ്ങി, അവർ വളർത്താൻ തുടങ്ങിയെന്നാണ്. അപ്പൊ കൃത്തികമാരാൽ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് ആ കുട്ടിക്ക് കാർത്തികേയൻ എന്നൊരു പേര്. ആദ്യം തന്നെ ശിശുവായി ആവിർഭവിച്ചത് എവിടെയാണ്? ശരപ്പുല്ല് നിറഞ്ഞ വനത്തിലാണ്. അതുകൊണ്ടാണ് ശരവണഭവൻ എന്ന് പറയാറുണ്ട്. അപ്പൊ കാർത്തികേയൻ, ശരവണഭവൻ. ശിവ തേജസ്, ശിവനിൽ നിന്ന് സ്കന്ദനം ചെയ്ത തേജസ്സായതുകൊണ്ടും അതിൽ നിന്ന് ഉത്ഭവിച്ച ശിശുവായതിനാൽ സ്കന്ദൻ എന്ന പേര്, കുമാരൻ എന്ന് മറ്റൊരു പേര്, സുബ്രഹ്മണ്യൻ. ഇതൊക്കെ ആ ഭഗവാന്റെ ശിവപുത്രനായിട്ടുള്ള കാർത്തികേയന്റെ നാമങ്ങളാണ്. അപ്പൊ ഈ കൃത്തികമാർക്ക് ഓരോരുത്തർക്കും ആ കുട്ടിയെ എടുക്കണം, ലാളിക്കണം എന്ന് തോന്നുകയാണ്. അവരോരോരുത്തരും കൈമാറും, അടുത്തയാളുടെ കയ്യിലേക്ക് കൊടുക്കും, അവ മറ്റേയാൾ വാങ്ങും. ഈ 6 പേരെയും കടാക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി 6 മുഖം സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് ഷൺമുഖൻ, 6 മുഖൻ എന്നൊക്കെ മറ്റൊരു പേര്. അങ്ങനെ ആ കൃത്തികമാരുടെ
ഇടയിൽ ഈ സുബ്രഹ്മണ്യൻ കാർത്തികേയൻ വളരാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ബാലനെ കുറിച്ച്, ഈ ശിവതേജസ്സിൽ നിന്ന് ഉത്ഭവിച്ച ബാലനെ കുറിച്ച് ദേവന്മാരൊക്കെ അറിയുന്നു, കൈലാസത്തിലെ ശ്രീപരമേശ്വരനെ അറിയിക്കുന്നു. വേഗം ഭഗവാൻ നന്ദികേശ്വരനെ നിയോഗിച്ചു. ആ കൃത്തികമാരുടെ അടുത്ത് നിന്ന് ആ കുട്ടിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെയാണ് നന്ദികേശ്വരൻ ശിവഗണങ്ങളോടുകൂടി കൃത്തികമാരുടെ അടുത്തെത്തി. അപ്പൊ കൃത്തികമാരൊക്കെ ഭയപ്പെട്ടുപോയി, എന്തിനാണ് ഈ ശിവഗണങ്ങൾ വരുന്നത് എന്നറിയില്ല. അവിടെ വന്ന നന്ദികേശ്വരൻ പറഞ്ഞു, കാർത്തികേയനോട്, സുബ്രഹ്മണ്യനോട് പറഞ്ഞു, ധാതപ്രവൃത്തി ശൃണുമേ മാതരശ്ച ശുഭാവഹ പ്രേരിതോഹം മഹേശേന സംഹർത്ര ശങ്കരേണ ച. ഞാൻ പാർവതി പരമേശ്വരന്മാര് പറഞ്ഞയച്ചിട്ട് വന്നതാണ്, അങ്ങയെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെയാണ് അവിടുന്ന് ആ കാർത്തികേയൻ കൃത്തികമാരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കാണണമെന്ന് തോന്നിയാൽ എന്നെ സ്മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ശിവഗണങ്ങളുടെ കൂടെ കൈലാസത്തിലേക്ക് എത്തി. പാർവതി പരമേശ്വരന്മാർക്ക് വലിയ സന്തോഷമായി എന്നാണ്. അവിടെ വെച്ചിട്ടാണ് ആ കാർത്തികേയനെ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ ദേവ സൈന്യങ്ങളുടെ അധിപനായിട്ട്, ദേവസേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു എന്ന് പറയുകയാണ്. ദേവസേനാപതി മറ്റൊരു പേരാണ്. ഈ സുബ്രഹ്മണ്യന്റെ പത്നിയായിട്ട് ദേവീഭാഗവതത്തിലൊക്കെ പറയും, പ്രകൃതിയുടെ ഷഷ്ടാംശം, 6-1 ഉള്ള ദേവി ആണ് ഷഷ്ഠീ ദേവി. അത് സുബ്രഹ്മണ്യന്റെ പത്നിയായിട്ടുള്ള ദേവസേനയാണ്. അപ്പൊ ദേവസേനയെ വിവാഹം ചെയ്തതുകൊണ്ടും ആ ഭഗവാന് സുബ്രഹ്മണ്യന് ദേവസേനാപതി എന്ന് മറ്റൊരു പേരുണ്ടായി. അപ്പൊ അവിടെ ദേവസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്തു എന്നും ദേവന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. പിന്നീട് മന്ത്രദീക്ഷയൊക്കെ കൊടുത്തു, അനവധി ആയുധങ്ങളൊക്കെ പ്രദാനം ചെയ്തു. അതിനുശേഷമാണ് ആ സുബ്രഹ്മണ്യൻ ദേവന്മാർക്ക് വേണ്ടി ആ സൈന്യങ്ങളോടുകൂടി താരകാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി പുറപ്പെടുകയും തുടർന്നുള്ള ആ ഘോരയുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ താരകാരി എന്നൊരു മറ്റൊരു പേരുകൂടി സുബ്രഹ്മണ്യന് വന്നു ചേർന്നു. അപ്പൊ കുമാരഖണ്ഡത്തിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഈ സുബ്രഹ്മണ്യന്റെ ജനനം, ആ കാർത്തികേയ ചരിത്രം ആണ്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ കുമാരഖണ്ഡത്തിൽ ഇനി മറ്റൊരു ശിവപുത്രനായിട്ടുള്ള ഗണപതിയുടെ ചരിത്രമാണ്. ഇപ്പൊ ഗണേശപുരാണത്തിലൊക്കെ നാം കേൾക്കുമ്പോൾ ഗണപതിയെ പ്രധാന ദേവനായിട്ട് തന്നെ, അല്ലെങ്കിൽ പരബ്രഹ്മമൂർത്തിയായിട്ട് തന്നെയാണ് ഗണപതിയെയും ആ പുരാണങ്ങളിലൊക്കെ വർണ്ണിക്കുക. ഇപ്പൊ ശിവപുത്രനായിട്ട് അല്ലെങ്കിൽ പാർവതീപുത്രനായിട്ട് മാത്രമല്ല ഗണപതി അവതാരം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പാർവതീപുത്രനായിരുന്നുവെങ്കിൽ, അങ്ങനെ മാത്രമായിരുന്നുവെങ്കിൽ പാർവതി സ്വയംവര സമയത്ത് ഗണേശൻ ഉണ്ടാവില്ല. വിവാഹം കഴിഞ്ഞിട്ടാണല്ലോ പുത്രൻ ജനിക്കുക. പക്ഷെ പാർവതി സ്വയംവരം നടക്കുമ്പോഴും അവിടെ വിവാഹത്തിന്റെ ചടങ്ങുകളിൽ ഗണപതി പൂജ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിനു മുൻപും ഗണപതി എന്നുള്ള സങ്കല്പം ഉണ്ട് എന്നാണ്. അപ്പൊ അവിടെ ഒരു അവതാരത്തെ പറയുന്നു എന്നേ ഉള്ളൂ, പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ടുള്ള ഗണപതിയുടെ അവതാരം. അതാണ് അടുത്തതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ലളിതാ പരമേശ്വരിയുടെ നാമങ്ങളെ വർണ്ണിക്കുന്ന ലളിതാ സഹസ്രനാമം, അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നാണ്. ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായ ലളിതോപാഖ്യാനത്തിലാണ് ലളിതാ സഹസ്രനാമത്തേക്ക് വിസ്തരിക്കുക. അപ്പൊ അവിടെ ഗണേശന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുക മറ്റൊരു കഥാസന്ദർഭവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ്.
പക്ഷെ അവിടെ നമുക്ക് ഈ ശിവപുരാണത്തിൽ നമ്മൾ ഇതിനു മുൻപ് കേട്ട കഥയുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് പാർവതീകുണ്ഡത്തിൽ നമ്മൾ കേട്ടു, ശ്രീപരമേശ്വരന്റെ നേത്രാഗ്നിയിൽ കാമദേവൻ ഭസ്മമായി. അപ്പോൾ അവിടെ ഒരു ശിവഗണങ്ങളിൽ ഒരു ശിവഗണം എന്ത് ചെയ്തു? ഈ കാമദേവൻ ഭസ്മമായി കിടക്കുന്ന ആ ചാമ്പല് അല്ലെങ്കിൽ ആ ചിതാഭസ്മം അത് മുഴുവൻ കൂട്ടിവെച്ചു എന്നാണ്. എന്നിട്ട് അതുകൊണ്ട് ഒരു സൃഷ്ടി ചെയ്തു എന്നാണ്. ആ ചാമ്പൽ, ആ ചാരം മുഴുവൻ, ആ ഭസ്മം മുഴുവൻ എടുത്തിട്ട് അതിനെ വെള്ളം ചേർത്ത് കുഴച്ച് ഒരു രൂപം ഉണ്ടാക്കി. അത് കാണുന്ന ഭഗവാൻ, അത് കാണുന്ന ശ്രീപരമേശ്വരൻ തന്റെ കടാക്ഷം കൊണ്ട് അതിന് ജീവനും കൊടുത്തു. അപ്പൊ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഈ കാമദേവന്റെ ഭസ്മത്തെ വീണ്ടും ആ ഭസ്മം കൊണ്ടൊരു സൃഷ്ടി ചെയ്തു, അതിനിപ്പോ ജീവൻ വെച്ചിരിക്കുന്നു. ഈ പ്രവൃത്തിയെ കണ്ടിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ശുദ്ധ അസംബന്ധമായി പോയി, ഭണ്ട്. അങ്ങനെയാണ് ഭണ്ഡാസുരൻ എന്ന് അസുരന്റെ പേരുണ്ടായത്. പിന്നീട് ആ ഭണ്ഡാസുരൻ ലോകത്തിന് മുഴുവൻ ഉദ്രവായിട്ട് തീരുമ്പോ ആ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ലളിതാ പരമേശ്വരി സൈന്യങ്ങളെയൊക്കെ നിയോഗിക്കുന്നത്. അപ്പോൾ വലിയ യുദ്ധം ഉണ്ടാവണു. അസുര സൈന്യങ്ങളും ഈ ദേവ സൈന്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നു. യുദ്ധത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ അസുരനൊരു പ്രയോഗം ചെയ്യുകയാണ്, ഒരു മായാപ്രയോഗം. ഒരു തകിട്, ഒരു ചെമ്പിന്റെയോ ഒക്കെ തകിട്, വെള്ളിയുടെ തകിട് എടുത്തിട്ട് അതിലൊരു മന്ത്രം എഴുതിയിട്ട് ഈ ദേവസൈന്യങ്ങളുടെ ഇടയിലേക്ക് പ്രയോഗിച്ചു എന്നാണ്. എന്താണ് ആ യന്ത്രപ്രയോഗത്തിന്റെ ഉദ്ദേശം? ഈ സൈന്യങ്ങൾക്ക് ആലസ്യം ഉണ്ടാവണം എന്നാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ആലസ്യം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലസ്യം വരിക, ഉറക്കം വരിക, ശ്രദ്ധിക്കാൻ പറ്റില്ല. ക്ഷീണം കൊണ്ടായിരിക്കാം, മറ്റു ചില കാരണങ്ങളെ കൊണ്ടായിരിക്കാം. നമുക്ക് ഏത് കർമ്മം, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിദ്രയും ആലസ്യമൊക്കെ ബാധിച്ചാൽ നമുക്ക് ആ ജോലി വൃത്തിയായി ചെയ്യാൻ പറ്റില്ല. അപ്പൊ യുദ്ധം ചെയ്യേണ്ട സൈന്യങ്ങളുടെ ഇടയിലേക്ക് ഈ അസുരൻ ചെയ്ത പ്രയോഗമാണ് അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റാതെ ആവണം എന്ന ഉദ്ദേശത്തോടുകൂടി ജയവിഘ്നയന്ത്രം അതിനെ പ്രയോഗിച്ചു എന്നാണ്. അപ്പൊ ദേവിക്ക് മനസ്സിലായി ഇത് അസുരന്റെ ഒരു പ്രയോഗമാണ്. അപ്പൊ അതിനെ നശിപ്പിക്കണം. അതിനെ നശിപ്പിക്കാൻ എന്ത് വേണം? ആ യന്ത്രത്തെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ശക്തി വേണം. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ലളിതാ പരമേശ്വരി തൻ്റെ പതിയായിട്ടുള്ള കാമേശ്വരനെ, കാമദേവനെയും ഭഗവാൻ തൻ്റെ ഗണങ്ങളിലൊരാളായിട്ട് സ്വീകരിച്ചു. അപ്പൊ കാമന്റെയും ഈശ്വരനാണ്. അതുകൊണ്ടാണ് ആ മഹാദേവന് കാമേശ്വരൻ എന്ന പേര് വന്നത്. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. ലളിതാ സഹസ്രനാമം ജപിക്കാറില്ല ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ കാമേശ്വരന്റെ മുഖത്തെ ആലോകനം ചെയ്തുകൊണ്ട് ദേവി ഗണേശനെ സൃഷ്ടിച്ചു. ആ ഗണേശനെ നിയോഗിച്ചു. ആ ഗണപതിയാണ് ഈ അസുരൻ പ്രയോഗിച്ച ജയവിഘ്നയന്ത്രത്തെ നശിപ്പിച്ചു. അങ്ങനെ ദേവസൈന്യങ്ങളുടെ ആലസ്യവും ഇതൊക്കെ മാറിക്കഴിഞ്ഞ് അവർ വീണ്ടും യുദ്ധത്തിന് സജ്ജമായി. അപ്പൊ അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞ ഒരു കഥയാണ്. ഇവിടെ നമുക്ക് ഈ ശിവപുരാണത്തിലെ കുമാരഖണ്ഡത്തിൽ ഗണപതിയുടെ അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കഥയാണ് പറയുക. ഒരിക്കൽ പാർവതീദേവിയുടെ സഖിമാർ ചെന്നിട്ട് പാർവതീദേവിയോടൊരു പരാതി പറയുകയാണ്. ദേവി, ഇവിടെയുള്ള സകല സേവകന്മാരും ശ്രീപരമേശ്വരന്റെ ഗണങ്ങളാണ്, ശിവഗണങ്ങളാണ്, ശിവപാർഷദന്മാരാണ്. അവരാരും തന്നെ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കില്ല. ഇപ്പോ ഗൃഹനാഥനുണ്ട്, ഗൃഹനാഥയുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ സേവകന്മാരൊക്കെ, ജോലിക്കാരൊക്കെ ഉണ്ട്. ഗൃഹനാഥൻ പറഞ്ഞാൽ, കാരണവർ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കും, മറ്റുള്ളവർ പറഞ്ഞാൽ ചിലപ്പോൾ അത്ര വകവയ്ക്കില്ല എന്ന് പറയണത് പോലെയാണ് ഈ ശിവഗണങ്ങളൊക്കെ. ഭഗവാൻ പറയണതനുസരിക്കും,
നേരെ മറിച്ച് ദേവിയുടെ, പാർവതീ ദേവിയുടെ സഖിമാർ ചെന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരും ചിലപ്പോൾ കേൾക്കില്ല. അപ്പൊ അത് പാർവതീ ദേവിക്കും തോന്നി, ശരിയാണ്, തൻ്റെ ഈ സഖിമാർ പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാൻ ഒരാൾ വേണം എന്ന് തീരുമാനിച്ചിട്ടാണ് ദേവി സ്നാനം ചെയ്യാനായിട്ട് പോകുമ്പോൾ, സ്നാനം ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ശരീരത്തിൽ ഈ മഞ്ഞളൊക്കെ തേച്ചിട്ടാണ് കുളിക്കാൻ പോവുക. അപ്പൊ ആ സമയത്താണ് ഈ സഖിമാർ വന്നിട്ട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? തന്റെ ശരീരത്തിൽ തേച്ചതായ ആ മഞ്ഞൾ മുഴുവൻ അങ്ങോട്ട് എടുത്തു, അത് മുന്നിൽ വെച്ചു, എന്നിട്ടൊരു രൂപം അങ്ങോട്ട് സൃഷ്ടിച്ചു എന്നാണ്. എന്നിട്ട് അതിന് തന്റെ കടാക്ഷം കൊണ്ട് ജീവൻ കൊടുത്തു എന്നാണ്. നല്ല ഒരു സുന്ദരനായിട്ടുള്ള ഒരു ബാലരൂപിയായിട്ട്. ചെറിയൊരു കുട്ടി മിടുക്കനാണ്. ആ കുട്ടിയെ ഒരു നല്ല പട്ടുവസ്ത്രം ഉടുപ്പിച്ചു, ആഭരണങ്ങളൊക്കെ അണിയിച്ചു, കുറിയിടിയിച്ചു. എന്നിട്ട് കയ്യിൽ ഒരു ദണ്ട് കൊടുത്തു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഇന്ന് മുതൽ ഗണേശൻ എന്നറിയപ്പെടും, എൻ്റെ മകനാണ് നീ, നിന്റെ കർത്തവ്യം, നീ ചെയ്യേണ്ടത് എന്താണ്? അമ്മയുടെ അന്തഃപുരം, അതിന് കാവൽ നിൽക്കണം, ആര് വന്നാലും അകത്ത് പ്രവേശിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗണേശനെ ഈ പാർവതീ ദേവി തൻ്റെ അന്തഃപുരത്തിന്റെ കാവലിനായിട്ട് നിയോഗിച്ചു. ഇത് ഭഗവാൻ അറിയാണ്, മഹാദേവൻ അറിയാണ്, അങ്ങനെ പാർവതി ഒരു സൃഷ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറുതെ ഒരു ലീലാരൂപത്തിൽ നേരമ്പോക്ക് എന്നുള്ള രീതിയിൽ ഭഗവാൻ അവിടെ നിന്ന് പതുക്കെ പുറപ്പെട്ടു, പാർവതിയുടെ അന്തഃപുരത്തിലേക്ക് വരുന്നു. ഒപ്പം മുന്നിൽ തന്നെ ആ ഗോപുരത്തിൽ വാതിൽക്കൽ തന്നെ ഗണേശൻ നിൽക്കുന്നുണ്ട്. ഭഗവാൻ അത് കണ്ടുകൊണ്ട് നടിച്ചില്ല. ഒരു ചെറിയ കുട്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ആരും ശ്രദ്ധിക്കാനാണ്? ആ ഗണേശനെ ശ്രദ്ധിക്കാതെ തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള ആ ദണ്ട് കൊണ്ട് ഗണേശൻ തടഞ്ഞു, പോകാൻ പറ്റില്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ കൈലാസത്തിന്റെ നാഥനാണ്, ആരായാലും പോകാൻ പറ്റില്ല. അതാണ് ഗണേശന്റെ മറുപടി. കുറച്ചു സമയമൊക്കെ കാത്തുനിന്നു, പലതും പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല, അകത്തേക്ക് കടത്തിവിടില്ല കുട്ടി. അവിടുന്ന് ഭഗവാൻ മടങ്ങിപ്പോയി. എന്നിട്ട് നന്ദികേശ്വരനെ വിളിച്ചു, നന്ദികേശ്വരനെ പറഞ്ഞയച്ചു. നന്ദികേശ്വരൻ വന്നു, ഈ ഗണേശനോട് പറഞ്ഞു നോക്കി, പക്ഷെ കൂട്ടാക്കുന്നില്ല. ശിവഗണങ്ങള് വേറെ കുറെ പേരെ പറഞ്ഞയച്ചു, അവർക്ക് ബലപ്രയോഗം ചെയ്യാൻ തോന്നണില്ല. ഒരു ചെറിയ കുട്ടിയാണ് നിൽക്കുന്നത്, ആ കുട്ടിയുടെ കയ്യിൽ ആകെ ഒരു ദണ്ട് മാത്രമേ ഉള്ളൂ. എങ്ങനെ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുക? കുട്ടിയെ ശിക്ഷിക്കാനും പറ്റില്ല. എത്ര പറഞ്ഞിട്ടും ഇയാൾ കേൾക്കണമില്ല. അങ്ങനെ അവരെല്ലാവരും മടങ്ങി വന്ന് ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ ദേഷ്യപ്പെട്ടു എന്നാണ്. നിങ്ങൾ ഇത്രയും പേരില്ലേ, അവിടെ ഒരു ചെറിയ കുട്ടിയല്ലേ ഉള്ളൂ, എങ്ങനെ ആയാലും കുഴപ്പമില്ല, അവനെ അവിടെ നിന്ന് മാറ്റുമെന്നാണ്. അപ്പോൾ പിന്നെ സംശയമൊന്നുമില്ല, മഹാദേവൻ നിർദ്ദേശിച്ചാൽ പിന്നെ അവരെല്ലാവരും വന്നു. ആയുധങ്ങളൊക്കെ ആയിട്ടാണ് വരണത്. ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഗണേശന് മടിയൊന്നുമില്ല, തൻ്റെ കയ്യിലുള്ള ആ ഒരു ദണ്ട് വെച്ച് തന്നെ അതിനെയൊക്കെ തടഞ്ഞു. അവരോടൊക്കെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാണ്. അപ്പൊ ഈ കോലാഹലങ്ങളൊക്കെ അന്തഃപുരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ദേവി അറിയണുണ്ട്. ഇടയ്ക്ക് സഖിമാരോട് പറയും, ഒന്ന് പോയി നോക്കിയിട്ട് വരൂ. സഖിമാര് പോയി നോക്കുമ്പോൾ അവിടെ ആകെ കോലാഹലാണ്. വരണവരെ തല്ലി ഓടിക്കുകയാണ് ഗണേശൻ, ആരെ അകത്ത് വിടുന്നില്ല. അപ്പൊ ഒരു സഖിയെ വിളിച്ചിട്ട് പാർവതീ ദേവി പറഞ്ഞു, കുട്ടിയോട് പറയൂ, ഗണേശനോട് പറയൂ, ഒട്ടും പേടിക്കരുത്, അമ്മ കൂടെയുണ്ട്. അത് ചെന്ന് പറഞ്ഞതോടുകൂടി അവന്റെ ബലം ഒന്നും കൂടി വർദ്ധിച്ചു. കാരണം അമ്മ ഒന്നും കൂടി പറഞ്ഞിരിക്കുകയാണ്, അതൊന്നും ആലോചിക്കേണ്ട, ആരെയും കടത്തിവിടണ്ടാന്ന്. കുറെ സമയം കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന കോലാഹലങ്ങൾ എത്ര രഹസ്യമായിട്ട് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് പരസ്യമാവാൻ തുടങ്ങും അല്ലേ? നമ്മളുടെ വീടിന്റെ ഉള്ളില് ഉച്ചത്തിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആണെങ്കിലും
കുട്ടികളെ വഴിക്ക് പറയുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഒച്ച കൂടാൻ തുടങ്ങും. അപ്പം ബാക്കിയുള്ളവർ പറയും, നാട്ടുകാർ കേൾക്കും. പകലാണെങ്കിലും ശരി, രാത്രിയാണെങ്കിലും തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവർ കേൾക്കും. അങ്ങനെ 2 ദിവസം തുടർച്ചയായിട്ട് കേട്ടാൽ അവർക്ക് സംശയമാവും, എന്തോ കുഴപ്പമുണ്ട്. പിന്നെ അതിങ്ങനെ അപ്പുറത്തെ വീട്ടിലുള്ളവരോട് പറയും, അതിനപ്പുറത്തെ വീട്ടിലുള്ളവരോട് പറയും. അങ്ങനെ ഈ ഒരു തെരുവിന്റെ അങ്ങേയറ്റം വരെ എത്താൻ 2 ദിവസം മതി. അപ്പൊ അതേപോലെ ഈ കൈലാസത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അവിടെ ഒരു കുട്ടി ഗണേശൻ, അപ്പൊ ആരോ പറഞ്ഞു അത് പാർവതിയുടെ മാത്രം മകനാണ്, പോരെ പൂരം, ശിവന്റെ മകനല്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഭഗവാന്റെ തന്നെ അംശമാണ് പാർവതീദേവി സങ്കല്പം ചെയ്ത് സൃഷ്ടിച്ചു എന്നേ ഉള്ളൂ. ദേവന്മാരൊക്കെ അവിടേക്ക് വരാൻ തുടങ്ങി. ഇന്ദ്രാദി ദേവന്മാരുണ്ട്, ബ്രഹ്മാവുണ്ട്, ഭഗവാൻ മഹാവിഷ്ണു ഉണ്ട്. അപ്പൊ അവരൊക്കെ വന്നു കഴിഞ്ഞു. ബ്രഹ്മാവ് ആദ്യം തന്നെ മുന്നിൽ വന്നിട്ട് ഈ ഗണേശന്റെ അടുത്ത് എത്തി. അപ്പൊ ബ്രഹ്മാവിന്റെ വിചാരം, താനൊരു കാരണവരാണല്ലോ, ഞാനൊന്നും പറയാം, യുദ്ധമൊന്നും വേണ്ട എന്ന രീതിയിൽ ഈ ബ്രഹ്മാവ് ആദ്യം തന്നെ ഗണേശന്റെ അടുത്ത് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് നല്ല ഉപദേശമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചതാണ് ബ്രഹ്മാവ്. ഇങ്ങോട്ട് പിടിച്ചു എന്നാണ്, ബ്രഹ്മാവിന്റെ ആ നീളമുള്ള താടിയിൽ ഇങ്ങോട്ട് പിടിച്ചങ്ങോട്ട് നിർത്തിയെന്നാണ്. കണ്ണിൽ കൂടിയൊക്കെ വെള്ളം വരാൻ തുടങ്ങി ബ്രഹ്മാവിന്. അങ്ങനെ അവിടെ നിന്ന് ബ്രഹ്മാവ് പിന്മാറി. പിന്നെ വലിയ യുദ്ധമാണ്. ഒരു ഭാഗത്ത് ഈ ശിവസൈന്യങ്ങളുണ്ട്, മറ്റു ദേവന്മാരുണ്ട്. പക്ഷേ മറുഭാഗത്ത് ഗണേശൻ മാത്രമേ ഉള്ളൂ, സഹായത്തിന് ആരുമില്ല. ഒറ്റയ്ക്കാണ് ഇവരോടൊക്കെ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് മഹാവിഷ്ണു എന്ത് ചെയ്തു, തന്റെ സുദർശന ചക്രം കൊണ്ട് ഈ ഗണേശന്റെ കയ്യിലുള്ള ഒരു ദണ്ഡ് അതിനെ 2ആയിട്ട് മുറിച്ചു എന്നാണ്. അപ്പൊ എന്തായി, പണിയെടുപ്പായി ഈ ഗണേശന്. ഇതുവരെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നുള്ളൂ, അത് നടുവേ മുറിച്ചു കിട്ടിയപ്പോ 2 കയ്യിലുമായി. അപ്പൊ എളുപ്പമുണ്ട്, ഒന്നും കൂടി ഉത്സാഹത്തിൽ യുദ്ധം ചെയ്യുകയാണ്. കുറേ സമയം കഴിഞ്ഞു, ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോഴാണ് ആ ശ്രീപരമേശ്വരൻ തന്നെ പുറപ്പെട്ടു, തൃശൂലം കയ്യിലെടുത്തു. ഒട്ടും സംശയിച്ചില്ല, ആ ശൂലം കൊണ്ട് ഗണേശന്റെ ശിരസങ്ങട് കുത്തി മുറിച്ചു മാറ്റിയത്. ആ ശിരസങ്ങട് നഷ്ടപ്പെട്ടു പോയി, ആ ഉടല് താഴെ വീണ് കിടക്കണം. അപ്പൊ ദേവന്മാർക്കൊക്കെ വലിയ ഭയമായി. ഈ സംഗതി അറിയുന്ന പാർവതീദേവി കോപത്തോട് കൂടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു എന്നാണ്. തൻ്റെ കുട്ടിയുടെ, ആ ഗണേശന്റെ ശിരസില്ലാത്ത ആ ഉടല് കിടക്കുന്ന കണ്ട് പാർവതിക്ക് കോപം സഹിക്കാൻ കഴിയുന്നില്ല. ദേവിയുടെ കോപത്തിൽ നിന്നും ശക്തികൾ പുറപ്പെടാൻ തുടങ്ങിയെന്നാണ്. കാളി, ഇകരാളി, ഇങ്ങനെ തുടങ്ങിയിട്ട് അനേകം ശക്തികൾ പുറപ്പെടാൻ തുടങ്ങി. ലോകം മുഴുവനും സംഹരിക്കാൻ പോകുന്നതായ ആ ശക്തികളെ കണ്ട് ദേവന്മാർക്കൊക്കെ ഭയമായി. ഇനിയും അധികം താമസിച്ചാൽ ലോകം തന്നെ ഇതായിപ്പോ ചാമ്പലാവാൻ പോവുകയാണ്. എല്ലാവരും കൂടി സ്തുതിക്കാൻ ആരംഭിച്ചു ആ ദേവിയെ. അപ്പൊ ഇവിടെ അവരുടെ എല്ലാം സ്തുതി ഏറ്റുകൊണ്ട് പാർവതീദേവി പറഞ്ഞു, എന്റെ കുട്ടി ജീവിക്കണം എന്നാണ്. ഈ ഗണേശൻ ജീവിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനമാവൂ, വേറൊരു പോംവഴിയുമില്ല. വേഗം തന്നെ ഭഗവാൻ ശ്രീപരമേശ്വരൻ ആ നന്ദികേശ്വരനെ വിളിച്ചിട്ട് പറഞ്ഞു, പോവുക, ആദ്യം കാണുന്ന എന്താണോ അതിന്റെ ശിരസ് കൊണ്ടുവരുമെന്ന്. നന്ദികേശ്വരൻ പുറപ്പെട്ട് പോയിട്ട് ഒരു ആനയുടെ, ചെറിയ കുട്ടി ആനയാണ്, ആനക്കുട്ടിയുടെ ശിരസാണ്, അത് മുറിച്ചെടുത്തുകൊണ്ട് വന്നു എന്നാണ്. കൊണ്ടുവരുമ്പോൾ തന്നെ അതിനൊരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതല്ല, മറ്റൊരവസരത്തിൽ പരശുരാമനാൽ ഛേദിക്കപ്പെട്ടതാണ് എന്നൊക്കെ ചില പുരാണങ്ങളിൽ കാണാം, ഐതിഹ്യമായിട്ടൊക്കെ പറയും. എന്തായാലും ആ ആനക്കുട്ടിയുടെ ശിരസ് കൊണ്ടുവന്നു, ബ്രഹ്മാവത് ചേർത്തു വെച്ചു ഈ ഗണേശന്റെ ഉടലിൽ.
പെട്ടെന്നതാ കണ്ണു തുറന്നു. ഉറക്കത്തിൽ നിന്നതുപോലെ ആ കുട്ടി കണ്ണു തുറക്കുകയും ചെയ്തു. അതോടുകൂടി പാർവതീദേവിക്ക് സമാധാനമായി. അപ്പൊ അതുവരെ ഒരു സാധാരണ രൂപമായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഗജമുഖനായത്, ഗജാനനായത് എന്ന് പറഞ്ഞു. ആ കുട്ടിയെ മടിയിൽ ഇരുത്തിക്കൊണ്ട് പാർവതീ പരമേശ്വരന്മാര് അവിടെ അവരുടെ മടിയിൽ ഇരുത്തിക്കൊണ്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്തു. ഒരു സിന്ദൂരം ആ നെറ്റിയിൽ കുറിയിടിച്ചു പാർവതീദേവി. എന്നിട്ടാണ് ആനനേ തവ സിന്ദൂരം ദൃശ്യതേ സാമ്പ്രതം യതി തസ്മാത്വം പൂജനീയോസി സിന്ദൂരേണ സദാ നരൈ. പാർവതീദേവി ആശീർവദിച്ചുകൊണ്ട് പറയുകയാണ്, കുട്ടി നിനക്ക് ഈ ഗണേശനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നെ സിന്ദൂരം കൊണ്ട് പൂജിക്കുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകും എന്ന് പറഞ്ഞ് ആശീർവദിച്ചു. പുഷ്പൈർവാ ചന്ദനൈർവാപി ഗന്ധേനൈവ ശുഭേന ച നൈവേദ്യേന സുരമ്യേണ നീരാജേന വിധാനത താംബൂലൈ അഥ ദാനേഷ തഥാ പ്രക്രമണൈരപി നമസ്കാര വിധാനേന പൂജാമ്യസ്തേ വിധാസ്യതി. ആരാണോ ഗണേശനെ 16 ഉപചാരങ്ങളോട് കൂടിയിട്ട് പൂജിക്കുന്നത് അവരുടെ എല്ലാ വിഘ്നങ്ങളും നീങ്ങും, ആഗ്രഹങ്ങളെല്ലാം സഫലമാവും. ഗണേശോ വിഘ്നഹർത്താഹി സർവകാമഫലപ്രദ. ഇന്നു മുതൽ ഗണേശൻ വിഘ്നഹർത്താവായിട്ട് വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്നവൻ. അതുകൊണ്ടാണ് വിഘ്നേശ്വരൻ എന്ന പേരുണ്ടായത്. പല പേരുകളുണ്ട്: ഏകദന്തൻ, വിഘ്നേശ്വരൻ, ഗണപതി, ഗജാനനൻ, ലംബോദരൻ. ഇതൊക്കെ ഗണപതിയുടെ നാമങ്ങളാണ്. വിഘ്നേശ്വരനായിട്ട് അറിയപ്പെടും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും എന്നാണ്. ഏതൊരു കർമ്മത്തിന്റെയും ആരംഭത്തിൽ പ്രഥമ പൂജ്യനായിട്ട് അറിയപ്പെടും ഗണപതി എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ഗണപതിയെ ആരാധിച്ചതിന് ശേഷമേ, അത് പൂജ മാത്രമല്ല, നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന പൂജയോ അല്ലെങ്കിൽ ഗൃഹത്തിൽ ചെയ്യുന്ന പൂജയോ മാത്രമല്ല, ഏതൊരു പ്രവൃത്തി എന്നാണ് പറഞ്ഞത്. നമ്മളൊരു ഗൃഹം നിർമ്മിക്കാൻ തുടങ്ങുന്നു, ആദ്യം ഗണപതിയെ പൂജിച്ചിട്ടാണ്. മറ്റെന്തെങ്കിലും കൃഷി കാര്യങ്ങൾ അവിടെ ഒക്കെ തന്നെയുണ്ട്. അത് പല രീതിയിലാണെന്ന് മാത്രം. ചിലപ്പോൾ ഒരു നാളികേരം അവിടെ വെച്ചിട്ട് ഉടച്ചിട്ട് അത് ഗണപതിക്ക് സമർപ്പിക്കും. അതുമല്ലെങ്കിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കും അതിൻ്റെ മുന്നിൽ. അങ്ങനെ കണ്ടിട്ടില്ലേ, നമ്മൾ ചെയ്യാറുണ്ടല്ലേ പല ചടങ്ങുകളിലും. നിലവിളക്ക് കൊളുത്തി വെച്ചു, അതിൻ്റെ മുന്നിൽ നിവേദ്യ സാധനങ്ങളെല്ലാം ഗണപതിക്ക് എന്ന് സങ്കല്പിച്ചു വെക്കും. ഏറ്റവും നിസ്സാരമായ, ഏറ്റവും ലളിതമായ ഒരു ഗണപതി പൂജയാണ് ഗണേശ സമർപ്പണമാണത്. ഗണപതിക്ക് വെക്കുക എല്ലാ കർമ്മങ്ങളിലും നിന്നാണ്. ശക്തിപുത്ര സുതേജസ്വി തസ്മാത് ഭവ സദാസുഖി ത്വന്നാമ വിഘ്നഹന്ത്രത്വേ ശ്രേഷ്ഠം ചൈവ ഭവത്വിതി. അപ്പൊ നിന്റെ നാമം പാർവതി പരമേശ്വരന്മാര് അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഗണേശന്റെ നാമം ആരാണോ സ്മരിക്കുന്നത് അവർക്ക് വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആരാണോ ഗണപതിയെ ആരാധിക്കുന്നത് അവരുടെ ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കും. അപ്പൊ അതും കൂടിയാണ് നമുക്ക് പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്നാലും ആദ്യം ദർശനം ചെയ്യുന്നത് ഗണപതിയാണ്. ആ ഗണപതിയുടെ മുന്നിൽ മാത്രമാണ് പ്രത്യേകമായൊരു ആരാധനാ സമ്പ്രദായം ഉള്ളത്. ഏത്തമിടുക എന്നുള്ള ആ സമ്പ്രദായം വേറെ ഒരു ദേവന്റെ മുന്നിലും, ശിവനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ദേവിയാണെങ്കിലും അങ്ങനെ നമ്മൾ തൊഴുതു നമസ്കരിക്കാറില്ല. കൂപ്പുകയുമായിട്ട് തൊഴുതു പ്രദക്ഷിണ നമസ്കാരം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഈ ഏത്തമിടുക എന്നുള്ളത് അത് ശരിക്കും യോഗശാസ്ത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രിയ കൂടിയിട്ടാണ്. അപ്പൊ അതിന് വേറെയും പല ഉദ്ദേശങ്ങളുണ്ട്.
അപ്പൊ ഗണപതിയെ പ്രഭാതത്തിൽ സ്മരണ ചെയ്തു കഴിഞ്ഞാൽ ഭൗതികമായ എല്ലാ ലാഭങ്ങളും ഉണ്ടാവും, ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കും, വിഘ്നങ്ങൾ ഇല്ലാതെയാവും എന്നൊക്കെ അതിന്റെ ഫലശ്രുതിയെ പറഞ്ഞു. ഭാദ്രപദ മാസത്തിലെ ചതുർത്ഥിയിലാണ് ഗണപതിയുടെ അവതാരം ഉണ്ടായത്. ചതുർത്ഥ്യാന്തം സമുത്പന്നേ ഭാദ്രേ മാസി ഗണേശ്വര അസിതേജ തഥാ പക്ഷേ ചന്ദ്രസ്യോദയനേ ശുഭേ. ഈ ഭാദ്രപദ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ആണ് നമ്മൾ ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ഗണപതിയെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവനും പൂജിച്ച ഫലമുണ്ട് എന്നാണ് പറയുക. പ്രഭാതത്തിൽ സ്നാനം ചെയ്യുക, അതുപോലെ തന്നെ കറുകനാമ്പ് ദുർവ ഏറ്റവും പ്രാധാന്യമുണ്ട് ഗണേശന്. കറുകനാമ്പ് കൊണ്ട് 3 വീതമുള്ള കറുകനാമ്പ്, 3 വീതം അല്ലെങ്കിൽ 7 വീതം അല്ലെങ്കിൽ 21 ഈ കറുകനാമ്പ് കൂട്ടിക്കെട്ടിയിട്ട് അത് ഗണേശന്റെ ശിരസിൽ വെക്കുക എന്നതാണ് സമ്പ്രദായം. അപ്പൊ അതെങ്ങനെയാണ് ഗണേശന് അത് പ്രാധാന്യമുള്ളതായിട്ട് തീർന്നത്? അങ്ങനെ ഗണേശ ആ പൂജാവിധാനത്തെയും ആരാധനയെയും കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഗണേശ വിവാഹം അതൊക്കെയാണ് തുടർന്ന് വർണ്ണിക്കുന്നത്. ശിവമഹാപുരാണം രുദ്രസംഹിത കുമാരഖണ്ഡം ഗണേശ ചരിത്രം തുടരുകയാണ്. ഗണപതി ആരാധനയിൽ ദുർവയുടെ പ്രാധാന്യം, കറുകനാമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ കറുകനാമ്പ് 3 വീതം, ഏറ്റവും സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ആ 3 വീതം കറുകനാമ്പിനെ കൂട്ടി കെട്ടിയിട്ട് അത് ഗണപതിയുടെ ശിരസിൽ സമർപ്പിക്കുക എന്നാണ്. അതിനൊരു കഥ, ഗണേശപുരാണത്തിലൊക്കെ ഒരു കഥ പറയുന്നത്, അനലാസുരൻ അഗ്നി ജ്വാല വമിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും സംഹരിക്കാൻ പോകുന്ന അത്ര ശക്തിയോടുകൂടി പുറപ്പെടുന്ന ആ അസുരനെ ഈ ഗണപതി തൻ്റെ ഉള്ളിലാക്കിയതാണ്. അപ്പൊ ആ അനലാസുരന്റെ താപം മുഴുവനും സ്വീകരിക്കുന്നതായ ഗണേശന്റെ ശരീരം ഈ ചൂടുകൊണ്ട് അല്ലാതെ അധികമായ സമയത്ത് അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല ഉപായങ്ങളും ചെയ്തു നോക്കിയെന്നാണ് പറയുക. അമൃതസ്വരൂപനായിട്ടുള്ള ചന്ദ്രനെ ആ ഗണപതിയുടെ ശിരസിൽ അലങ്കാരമായിട്ട് വെച്ചു. അങ്ങനെ പല രീതിയിലും ഉദരത്തില് ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉദരബന്ധമായിട്ട് സർപ്പത്തിനെ കൊണ്ടുവന്ന് ഉദരബന്ധമായിട്ട് അങ്ങനെ ചാർത്തി നോക്കി. പക്ഷേ ഈ പറഞ്ഞ ഒരു ഉപായങ്ങളെ കൊണ്ടും ഈ ശരീരത്തിന്റെ ചൂട് ശമിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് മഹർഷിമാർ അവർ ഈ കറുകനാമ്പ് കൊണ്ടുവന്ന് ഗണേശന്റെ ശിരസിൽ അങ്ങനെ വെച്ച് ശരീരം മുഴുവനും ഈ കറുകനാമ്പ് കൊണ്ട് അങ്ങനെ മൂടിയെന്നാണ്. നമ്മൾ പൂമൂടലൊക്കെ ചെയ്യുന്നത് പോലെ കറുകനാമ്പ് കൊണ്ട് മൂടി. അപ്പൊ ആ കറുകയുടെ ഒരു പ്രകൃതിയാവുള്ള സ്വഭാവം ഒരു തണുപ്പാണ്, ശീതളിമയാണ്. അങ്ങനെ ഗണപതിയുടെ ശരീരത്തിന്റെ ചൂട് കുറഞ്ഞു. ഇപ്പൊ ഗണപതി ഹോമത്തിലാണെങ്കിലും നമ്മൾ ഈ മൃത്യുഞ്ജയ ഹോമത്തിലാണെങ്കിലും ഈ കറുകനാമ്പ് പ്രാധാന്യത്തോടു കൂടി ഉപയോഗിക്കാറുണ്ട്. മൃത്യുഞ്ജയ ഹോമത്തിന്റെ ഒരു ദ്രവ്യം കറുകയാണ്. പാലിൽ മുക്കിയിട്ട് ആ കറുക ഹോമിക്കുകയാണ് ചെയ്യാൻ. അപ്പൊ അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഔഷധ ഗുണം അത് ശീതളിമയെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിട്ട് അത് മാറി ഈ ദുർവാങ്കുരം എന്നാണ്. ആ കറുകയെ ശിരസിൽ സമർപ്പിക്കുക. അത് പിൽക്കാലത്ത് അതിങ്ങനെ മാലയായിട്ട് ധരിക്കുന്ന രീതിയിലായി എന്നേ ഉള്ളൂ. അപ്പൊ ഗണപതി പൂജ ചെയ്യുക ചതുർത്ഥി ദിവസങ്ങളിലൊക്കെ വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞു. ഗണപതി ആരാധനയുടെ പ്രാധാന്യം ഇവിടെ വെച്ച് എല്ലാ ദേവന്മാരോടുമായി പറഞ്ഞുകൊണ്ടാണ് പാർവതി പരമേശ്വരന്മാർ ഈ ഗണേശനെ അനുഗ്രഹിച്ചു, അഭിഷേകം ചെയ്തു. ഗണങ്ങളുടെ നാഥനായിട്ട് ഗണേശൻ എന്ന പേരിൽ
ആ പാർവതീപുത്രനെ അഭിഷേകം ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കുമാരഖണ്ഡത്തിന്റെ ഒടുവിൽ ഗണപതിയുടെ ഒരു വിവാഹ കഥയാണ്. ഒരിക്കൽ പാർവതീ പരമേശ്വരന്മാർ, ഈ രണ്ട് പുത്രന്മാർ, സുബ്രഹ്മണ്യനുമുണ്ട് ഗണപതിയുമുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ വിവാഹം നടത്തണം. അപ്പൊ ആരുടെ വിവാഹമാണ് ആദ്യം നടത്തേണ്ടത് എന്നിങ്ങനെ അവർ പരസ്പരം ആലോചിക്കുമ്പോഴാണ് രണ്ടുപേരും, ഗണപതിയും സുബ്രഹ്മണ്യനും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ വിവാഹം ആദ്യം നടത്തൂ. അപ്പൊ ഇവിടെ ഭഗവാൻ ഒരു നിർദ്ദേശം വെച്ചു. ശരി, നിങ്ങളുടെ ആരുടെ വിവാഹമാണ് ആദ്യം നടത്തേണ്ടത് എന്ന് ഒരു മത്സരം നടത്തിയിട്ട് ആ മത്സരത്തിൽ വിജയിക്കുന്ന ആളുടെ വിവാഹം ആദ്യം നടത്താം. അപ്പൊ എന്താണ് മത്സരം? ഭൂമിയെ പ്രദക്ഷിണം ചെയ്തു വരിക. ആരാണോ ആദ്യം ഭൂപ്രദക്ഷിണം ചെയ്തു വരുന്നത് അവരുടെ വിവാഹം ആദ്യം നടത്താം. നീ നിങ്ങൾ ആരംഭിച്ചോളൂ, ഭൂപ്രദക്ഷിണം ആരംഭിച്ചോളൂ. ഈ മത്സരത്തിൽ വിജയിച്ച് ആദ്യം ഈ പ്രദക്ഷിണം പൂർത്തിയാക്കി വരുന്ന ആളുടെ വിവാഹം ആദ്യം നടത്തുന്നു. അങ്ങനൊരു മത്സരം നിശ്ചയിച്ചു. അത് കേട്ട പാതി സുബ്രഹ്മണ്യൻ വേഗം പുറപ്പെട്ടു എന്നാണ്. തൻ്റെ വാഹനമായിട്ടുള്ള മയൂരം, ആ മയിലിൻ്റെ പുറത്ത് കയറി പുറപ്പെട്ടു എന്നാണ് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഗണപതി ഇനിയിരുന്ന് ആലോചിക്കുകയാണ്, തന്നെ കൊണ്ടാവില്ല. ഈ കാർത്തികേയന്റെ, സുബ്രഹ്മണ്യന്റെ ഒപ്പം വേഗത്തിൽ സഞ്ചരിച്ച് ഈ ഭൂപ്രദക്ഷിണം ചെയ്യാന്നുള്ളത് എന്തായാലും തന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ എന്താണ് മറ്റൊരു വഴി? എന്നാൽ ഈ മത്സരത്തിൽ ജയിക്കുകയും വേണം. അവിടെ കാണിച്ചു തരികയാണ്, ശക്തി ജയിക്കാത്തിടത്ത് ബുദ്ധി ജയിക്കും. ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ദേഹബലം, കായിക ബലം കൊണ്ട് ചിലപ്പോൾ ജയിക്കാൻ പറ്റില്ല. പഞ്ചതന്ത്രത്തിലൊക്കെ അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ പറ്റും. എല്ലായിടത്തും നമ്മളുടെ ബാഹുബലം, കയ്യൂക്ക് കൊണ്ട് എല്ലായിടത്തും കാര്യം നേടാൻ പറ്റുമെന്ന് വരില്ല. ബുദ്ധി പ്രയോഗിക്കേണ്ടടുത്ത് ബുദ്ധി പ്രയോഗിക്കണം. ഗണപതി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു ഉപായം കണ്ടുപിടിച്ചു. വ്യാജം പ്രവർത്തിക്കാനൊന്നും പറ്റില്ല, കളവ് പറയുകയോ പ്രവർത്തിക്കുകയോ പറ്റില്ല. എന്നാൽ തനിക്ക് ഇതിൽ ജയിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് വേഗം തന്നെ ഒരു വഴി കണ്ടുപിടിച്ചിട്ട് പോയി സ്നാനം ചെയ്തു വന്നു, പൂജാദ്രവ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പാർവതീ പരമേശ്വരന്മാരോട് പറഞ്ഞു, നിങ്ങൾ അച്ഛനും അമ്മയും ഇവിടെ ഒന്ന് ഇരിക്കണം എന്നാണ്. വേഗം അവിടെ ഒരു ഇരിപ്പിടമൊക്കെ തയ്യാറാക്കി അവരെ അവിടെ ഇരുത്തി ഈ പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് പൂജ ആരംഭിച്ചു എന്നാണ്. വളരെ ഭംഗിയായിട്ട് എല്ലാ ഉപചാരങ്ങളോടും കൂടി പൂജയൊക്കെ പൂർത്തിയാക്കി. പൂജയെല്ലാം കഴിഞ്ഞു, പ്രദക്ഷിണം ചെയ്തു എന്നാണ്. പ്രദക്ഷിണം ചെയ്തു, പ്രദക്ഷിണ നമസ്കാരം എല്ലാം കഴിഞ്ഞു. 1 2 അല്ല 7 പ്രദക്ഷിണവും വെച്ചു എന്നാണ്, കുറയ്ക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അച്ഛനെ അമ്മയും പാർവതീ പരമേശ്വരന്മാരെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ഗണേശൻ പറഞ്ഞു, ഭോ മാതർ ഭോ പിതസ്ത്വം ച ശൃണുമേ പരമം വച ശീഘ്രം ചെയ്വാത്ര കർത്തവ്യോ വിവാഹ ശോഭനോ മമ. അങ്ങ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ വിവാഹത്തെ നടത്തിയാലും. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട്, കാർത്തികേയനോടും ഗണപതിയോടുമായിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞത് ഭൂമി പ്രദക്ഷിണം ചെയ്തു വരുന്നത് ആരാണോ ആദ്യം അവരുടെ വിവാഹം നടത്താം. ആ കാർത്തികേയൻ പ്രദക്ഷിണത്തിനായിട്ട് പോയി, എന്നാൽ നീ ഇതുവരെ പ്രദക്ഷിണത്തിനായിട്ട് പോയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിന്റെ വിവാഹം ആദ്യം നടത്തുക? അപ്പൊ ഗണപതി ചോദിക്കുകയാണ്, ഗണേശൻ ചോദിക്കുകയാണ് ഈ പാർവതീ പരമേശ്വരന്മാരോട്, ധർമ്മത ശൂയതാം സമ്യക് വചനം മമ സത്തമൗ മയാതു പൃഥ്വീക്രാന്ത സപ്തവാരം പുനഃപുന. അച്ഛനും അമ്മയ്ക്കും ധർമ്മം അറിയാമല്ലോ.
മാതാപിതാക്കളെ പ്രദക്ഷിണം ചെയ്താൽ ഭൂപ്രദക്ഷിണം ചെയ്ത ഫലമാണ് എന്നൊരു നിയമമില്ലേ? ഉവ്വ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ 7 പ്രദക്ഷിണം ചെയ്തില്ലേ? ഇപ്പോൾ മാതാപിതാക്കളെ വെറുതെ പ്രദക്ഷിണം ചെയ്യുകയല്ല, അവരെ പൂജിച്ചു. ഇപ്പോൾ 7 പ്രദക്ഷിണവും കഴിഞ്ഞു. അപ്പോൾ മാതാപിതാക്കളെ പ്രദക്ഷിണം ചെയ്താൽ ഭൂമി പ്രദക്ഷിണം ചെയ്ത ഫലം ആണ് എങ്കിൽ ഇനി എനിക്ക് ആദ്യം വേറെ ഒരു പ്രദക്ഷിണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ എൻ്റെ ഈ ഭാഗത്ത് ന്യായമില്ലേ? ഞാൻ ചെയ്തത് ന്യായമല്ലേ? അതുകൊണ്ട് എൻ്റെ ഭൂപ്രദക്ഷിണം ഇവിടെ തീർന്നില്ലേ? അപ്പൊ അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ പാർവതി പരമേശ്വരന്മാർക്ക്. സമ്മതിച്ചു. എന്നിട്ടാണ് ആ വിവാഹം നടത്തിയെന്നാണ്. തുടർന്ന് ആ ഗണപതിയുടെ വിവാഹം വിശ്വരൂപ പ്രജാപതിയുടെ 2 പുത്രിമാരാണ് സിദ്ധിയും ബുദ്ധിയും. ആ 2 ദേവിമാരെയും ഗണേശൻ വിവാഹം ചെയ്തു. ആ വലിയ ആഘോഷമായിട്ട് ആ വിവാഹം അവിടെ നടന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പാവം കാർത്തികേയൻ പ്രദക്ഷിണത്തിന് പോയി മടങ്ങി വരികയാണ്. ഇതൊന്നും അറിയണില്ല. അങ്ങനെ മടങ്ങി ഈ കൈലാസത്തിലേക്ക് എത്തണതിന് മുൻപ് വഴിയിൽ വെച്ച് തന്നെ നാരദ മഹർഷി പിടിച്ചു നിർത്തിയതാണ്. നാരദ മഹർഷി പറഞ്ഞു, എന്നാലും അച്ഛനും അമ്മയും മക്കളോട് വേർതിരിവ് കാണിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടാണ് നാരദൻ തുടങ്ങുന്നത്. നാരദന്റെയൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ഈ പരദൂഷണം ചെയ്യുക, പരസ്പരം യോജിച്ച് ഇരിക്കുന്നവരെ വേർപിരിക്കുക, അവരുടെ ഇടയിൽ അസൂയ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ആളാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. അതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ ശ്രീനാരദ മഹർഷി ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഈ സുബ്രഹ്മണ്യനോട്. താങ്കളെ പ്രദക്ഷിണത്തിനായിട്ട് അയച്ചതിന് ശേഷം ഇവിടെ നടന്നതൊന്നും അറിയില്ലല്ലോ. ഇല്ല, അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗണേശന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. 1 അല്ല 2 ഭാര്യമാരുണ്ട്. കുറെ നാളുകളായി വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ കാർത്തികേയന് വല്ലാത്ത സങ്കടമായിരുന്നാണ്. ഒരിക്കലും അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവിടുന്ന് സ്കന്ദോപി പിതരം നത്വാ കോപാഗ്നി ജ്വലിതസ്തത ജഗാമ പർവ്വതം ക്രൗചം പിതൃഭ്യാം വാര്യതോപിസൻ. ഇനി ഞാൻ ഇവിടേക്ക് വരുന്നില്ല, ഈ അച്ഛനമ്മമാരുടെ സാന്നിധ്യത്തിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൈലാസം ഉപേക്ഷിച്ച് ക്രൗഞ്ച പർവ്വതത്തിലേക്ക് യാത്രയായി എന്നാണ് സുബ്രഹ്മണ്യൻ. പാർവതീ പരമേശ്വരന്മാര് തടയാൻ നോക്കി, പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷെ അതൊന്നും കൂട്ടാക്കിയില്ല. അവിടുന്ന് ആ കാർത്തികേയൻ ക്രൗഞ്ച പർവ്വതത്തിൽ പോയി അവിടെ ഇരിക്കാൻ തുടങ്ങി. എത്രയായാലും മാതാപിതാക്കൾക്ക് മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ സുബ്രഹ്മണ്യൻ ഇരിക്കുന്ന ദിക്കിലേക്ക് എല്ലാ അമാവാസിയിലും ശ്രീ പരമേശ്വരൻ എത്തിച്ചേരും. എല്ലാ പൗർണമി നാളിലും ശ്രീപാർവതിയും വരുന്നതാണ്. തന്റെ പുത്രനെ കാണാൻ വേണ്ടിയിട്ട്, ഈ കുമാരനെ സുബ്രഹ്മണ്യനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നു. കാർത്തികീയാം കൃത്തികാസംഗേ കുര്യാദ്യ സ്വാമി ദർശനം ദർശനാർത്ഥം കുമാരസ് ഗച്ഛന്തി ച മുനീശ്വര. അപ്പൊ അവിടെ ഈ പാർവതീ പരമേശ്വരന്മാരുടെ ആ ഒരു നിത്യ സാന്നിധ്യം സുബ്രഹ്മണ്യനെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തിച്ചേരുകയും ആ സുബ്രഹ്മണ്യൻ വസിക്കുന്ന ആ ഭാഗത്ത് ഭഗവാന്റെ ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള 12 ജ്യോതിർലിംഗങ്ങളിൽ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒരു പ്രസിദ്ധമായ ഒന്നാണ് മല്ലികാർജുന ജ്യോതിർലിംഗം. അതവിടെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്നും ആ പാർവതീ പരമേശ്വരന്മാരുടെ സാന്നിധ്യം പിന്നീട് ഉണ്ടായി. മല്ലികാർജുന ജ്യോതിർലിംഗം ഈ സുബ്രഹ്മണ്യനെ കാണാൻ വരുന്നതാണ് എന്നിങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഗണപതിയുടെ വിവാഹം. അതുപോലെ തന്നെ മല്ലികാർജുന ജ്യോതിർലിംഗ മഹാത്മ്യത്തെ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു.
ഇനി വീണ്ടും ഈ 12 ജ്യോതിർലിംഗങ്ങളെയും വിസ്തരിക്കുമ്പോൾ ഈ കഥ ഈ മല്ലികാർജുന ജ്യോതിർലിംഗ മഹാത്മ്യത്തിൽ വീണ്ടും വരുന്നുണ്ട്. ഇവിടെ രുദ്രസംഹിതയിലെ 4ാമത്തെ ഖണ്ഡവും പൂർത്തിയാക്കുകയാണ്. കുമാരഖണ്ഡവും ഇവിടെ പൂർത്തിയാക്കുകയാണ്. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.